എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഉത്തരേന്ത്യൻ ചവച്ചു തുപ്പുന്ന ആ സംഖ്യകളെ കൊണ്ട് നമ്മുടെ ലണ്ടനിലും രക്ഷയില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഇന്ത്യയുടെ ആ ഒരു പ്രത്യേക ജാതിപരമായിട്ടുള്ള ആഘോഷം മുഴുവൻ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആഘോഷം മുഴുവൻ മറ്റു രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ച് ആ നാട്ടുകാർ മുഴുവൻ ഇന്ത്യക്കാരെ ആട്ടിപ്പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കേരളത്തിലെ പല ആളുകൾക്കും വളരെയധികം കണ്ണിന്റെ മുമ്പിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ദൃശ്യമാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലല്ല, ഇത് ലണ്ടനിലാണ്. ഒരു മാധ്യമ പ്രവർത്തക ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് തൻ്റെ നാട്ടിൽ എവിടൊക്കെയാണ് ഈ ഉത്തരേന്ത്യൻ സംഖ്യകൾ, ഉത്തരേന്ത്യൻ ഇന്ത്യക്കാര് കൊണ്ടുപോയി തുപ്പി നിറച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് വീഡിയോ എടുത്താണ്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്തത്? I'm spending my day counting them, which is a really interesting use of my free will, but I have managed to find loads. So the stains are caused by palm leaf, which some people use as a chewing tobacco and then spit out when they are done. And today I am in Wembley, where Brent Council want to ban it because they are sick of all the stains. And I don't blame them. I've just been walking for 30 minutes and I reckon I found an upward of about 50. Even as I'm just filming this now, I'm coming across more. I genuinely just gave up counting in the end. Spoken to residents and business owners who say that they're also sick of the mess and they want it banned. And I spoke to one shopkeeper who sells palm leaf and he said only a small minority actually spit palm out. But other members of the community are absolutely sick of having to clean up the stains from their hands. എന്റെ ഒരു സുഹൃത്തുക്കളെ, നമ്മുടെ ലണ്ടനിലുള്ള അത്ര നഗരങ്ങളെല്ലാം ഇത് ചെലവഴിക്കാൻ വേണ്ടി തന്നെ അവിടുത്തെ ഗവൺമെന്റ് ഒരു തുക മാറ്റിവെക്കുന്നത്, ഇത് ചെലവഴിക്കാനല്ല, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. തെരുവ് ഇന്ത്യയിൽ നിന്ന് പോയ ഉത്തരേന്ത്യനായിട്ടുള്ള കുറെ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആ രാജ്യത്തേക്ക് പോകുന്നു. ആ രാജ്യത്ത് പോയിട്ട് ഇവിടെ എങ്ങനെയാണോ ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ ഉത്തരേന്ത്യക്കാര് വായിലേക്ക് മുറുക്കാൻ വെച്ച് തുപ്പി 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 നിറയ്ക്കുന്നത്, റോഡ് സൈഡ് മുഴുവൻ തുപ്പി നിറയ്ക്കുന്നത്, ഈ കണ്ണി കണ്ട ചുമര് മുഴുവൻ തുപ്പി നിറയ്ക്കുന്നത്, അതേപോലെ തന്നെ ലണ്ടൻ നഗരത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഇവർ നിന്ന് ഇരുന്ന് ചവച്ച് തുപ്പുകയാണ്. അതായത് ഒരു സ്ട്രീറ്റ് മാനേഴ്സ് ഇല്ലാത്ത, ഒരു ലൈഫ് മാനേഴ്സ് ഇല്ലാത്ത രീതിയിൽ അവരെങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് അതേ ലൈഫ് സ്റ്റൈല് തന്നെ അവിടെയും ജീവിക്കാൻ പോവുകയാണ്. ഇപ്പൊ പറയുന്നത് അവിടെ ഈ ടൊബാക്കോ ഇല, നമ്മുടെ ഈ മുറുക്കാന്റെ ഇല ഉണ്ടല്ലോ, ആ ഇല, ആ വെറ്റില അവിടെ വിൽക്കുന്നതും ആ പാനും പാക്കും എല്ലാം അവിടെ വിൽക്കുന്നത് എങ്ങനെ നിരോധിക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. ഇതിന്റെ അടിയിലത്തെ കമന്റുകളൊക്കെ വായിച്ചാൽ എന്റെ പൊന്നു ചേച്ചി, അത് നിരോധിക്കാൻ പകരമായിട്ട് ഇങ്ങനെ തുപ്പുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടുന്നേ. ഒരു 10 എണ്ണത്തിനൊക്കെ ജയിലിട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി അവന്മാർ നിർത്തിക്കോളും. അല്ലാതെ ഇത് നിരോധിച്ചിട്ടുണ്ടെന്നും ഇവരിത് നിർത്താൻ പോകുന്നില്ല. ഇതിനേക്കാൾ അപകടകരമായ തുപ്പൽ പരിപാടികളിലേക്ക് എങ്ങനെ കടക്കാമെന്ന് ഇത്തരം ആളുകൾ ആലോചിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വാർത്ത കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, മലയാളികൾക്ക് ഇത് വളരെയധികം പരിചിതമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് മുത്തശ്ശിമാരെന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരുന്നു ഈ വെറ്റില ചവയ്ക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നത്. അത് ചവച്ചാൽ തന്നെ അവർക്കത് തുപ്പാനായിട്ട് ഒരു കോളാമ്പിയൊക്കെ ഉണ്ടായിരുന്നു. കോളാമ്പിലേക്കൊക്കെ തുപ്പി വയ്ക്കും. അത് അത്യാവശ്യം നിറഞ്ഞു കഴിഞ്ഞാൽ അത് കക്കൂസിൽ കൊണ്ട് ഒഴിക്കും. എന്നിട്ട് അവിടെ വൃത്തിയാക്കും. എന്നിട്ട് ഈ തുപ്പൽ കോളാമ്പി നന്നായിട്ട് വൃത്തിയാക്കും. അതിന് തന്നെ സൈസ് ആയിട്ടുള്ള ഒരു കോളാമ്പിയൊക്കെ നമ്മൾ ഓട്ടിലും പിന്നീട് അലുമിനിയത്തിലും പിന്നെ സ്റ്റീലിലൊക്കെ ഈ സംഗതിയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉള്ള ഒരു രീതി തന്നെയാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത്തരം ഈ തുപ്പൽ സംസ്കാരം അല്ലെ, ഈ മുറുക്കി തുപ്പുന്ന ഒരു ഏർപ്പാടൊക്കെ നമ്മൾ കുറയ്ക്കുകയും നമ്മൾ മറ്റു പല ലഹരിയിലേക്കൊക്കെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. വെറുതെ കുത്തിരിക്കുക, കുറേ നേരം ഇതിന് തുപ്പുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ നമ്മൾ നിർത്തി. അതെന്തൊരു വേസ്റ്റ് ഓഫ് ടൈമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വായുടെ ഉള്ളിൽ അതൊരു പ്രത്യേക ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. പിന്നീട് പുകയിലേക്കും പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ പോയി എന്ന് പറയാം. എന്തൊക്കെയായാലും ഇവിടെ ഇപ്പം ലണ്ടൻ നഗരത്തിൽ ഇത്തരം ആളുകൾ പോയിട്ട് അവിടുത്തെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അവിടെ നമ്മൾ ഈ സംഖ്യകളെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു അവസ്ഥയല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ അവിടെ എത്തുന്നത്. അത് ഇന്ത്യക്കാരെ കാണുമ്പോൾ തന്നെ ഇവന്മാര് എന്തൊക്കെ മുറുക്കി തുപ്പിയിട്ട് അവിടെ ഇവിടെ ഒക്കെ നാശാക്കാൻ വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇനി അവിടെ ഉണ്ടാവാൻ പോകുന്നത് നേരം വരെ താമസിക്കാൻ വീട് പോലും കിട്ടില്ലെന്നാണ്. നമുക്കിതിന്റെ കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എന്തൊരു ഭീകരമായിട്ടാണ് ആളുകൾ ഇതിനൊക്കെ കാണുന്നതെന്നുള്ളതാണ്. നോക്കൂ, sorry on behalf of my fellow citizens of India, which is really shameful what they are doing in London. I apologize on their behalf. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞിരിക്കുന്നത്. I reckon it should be treated as living top people on the floor എന്നൊക്കെ പറഞ്ഞ് നല്ല തീർക്കുക ചെയ്തിട്ടുണ്ട്. I also don't forget to punish them so hard they never even think about speeding. Like this in the public. നല്ല പണിഷ്മെന്റ് കൊടുക്കണം എന്ന ഈ പരിപാടിയൊക്കെ അവന്മാർ നിർത്തിക്കോളും എന്നൊക്കെയാണ്
എഴുതിയിരിക്കുന്നത്. ചില ആൾക്കാർ വടക്കൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആവറേജ് നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ചില ആൾക്കാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ബാൻ ഇൻ കേരള, റെസ്റ്റ് എൻജോയ് സ്പീഡിങ്. നമ്മുടെ കേരളത്തിൽ ഈ പരിപാടിയൊന്നുമില്ല, അവിടെയൊക്കെ ഉള്ളൂ എന്നൊക്കെ അവരുടെ കേരളത്തെ ചില ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. ബാൻ ഇറ്റ്, ഇറ്റ്സ് അവൈലബിൾ ദോ ഇൻ ദ പീപ്പിൾ ഷുഡ് റെസ്പെക്ട് ദ പ്ലേസ് ദേ ആർ സ്റ്റേയിങ്. ഓൾസോ ഇറ്റ്സ് എ ക്ലീൻനെസ്. You need a clean environment, not a dirty one. If someone is trying to disturb this, then a necessary action should be taken. Please respect the place you are staying. Don't try to spoil it. എന്നൊക്കെ പറഞ്ഞ് പല ഇന്ത്യക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Government to completely outlaw it. So should Pan be banned in Brent, let alone the rest of the UK? Have you seen these brown stains? അതായത് ഇവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ലണ്ടനിൽ ഈ ഒരു സംഗതി ബാൻ ചെയ്യാനുള്ള ഏർപ്പാടെങ്കിലും ഗവൺമെന്റ് ചെയ്യണം. അല്ലെങ്കിൽ തെരുവുകളൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസ്, നമ്മളൊക്കെയാണ് നോർത്ത് ഇന്ത്യൻസ് ആൾക്കുകൾ ഏറ്റവും കൂടുതൽ പറയുക. എന്തായാലും മലയാളികളാരും എനിക്ക് തോന്നുന്നത്, ഞാനങ്ങനെ നമ്മുടെ സംസ്ഥാനം എന്താ പറയുക ഇങ്ങനെ വേർതിരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള സംഗതി ഒന്നുമില്ല. മലയാളികൾ മിക്കവരും എന്തായാലും ഈ പാൻ ചവിട്ടിട്ട് തുപ്പുന്ന ഏർപ്പാടുകളൊക്കെ ഏകദേശം നിർത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു 99%, 1% ആൾക്കാർ ഇപ്പോഴും പാൻ ബ്രാഗും മറ്റൊക്കെ ചവച്ച് തുപ്പുന്ന ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അവന്മാരൊന്നും എന്തായാലും നമ്മുടെ ലണ്ടനിലേക്ക് എന്തായാലും അവന്മാർ എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവന്മാർ കേരളത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് അവിടുത്തെ ആളുകളെ അതേപോലെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളിവിടെ ബിസിനസ് നടത്തിക്കോ, ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് വാങ്ങിച്ച് തിന്നോളാം എന്ന് പറയുന്ന ഏർപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തുപ്പൽ പരിപാടി നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നാണക്കേടാവുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരൊരിക്കലും നോർത്ത് ഇന്ത്യൻസ്, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊന്നും വേർതിരിക്കില്ല. ഇന്ത്യൻസ് എന്നൊരു ഒറ്റ പേരാ പറയുള്ളൂ. അതിൽ നമ്മൾ മലയാളം സംസാരിക്കുന്ന ഈ ഇതൊന്നും ചവച്ചു തുപ്പാത്ത ആളുകളടക്കം പെടുന്നതാണ്. നാണക്കേടാണ്. പച്ച മലയാളത്തിൽ അസ്സല് നാണക്കേട്, നാറിത്തരം. ബൈ.